നാളായി മുന്തിരിങ്ങ വരെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 വർഷം കൊണ്ട്, ഒത്തിരി വർഷം കൊണ്ട് വിചാരിക്കുന്നു ഉണ്ടാക്കണമെന്ന്. പക്ഷേ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഞാനിപ്പോൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കുറേ മുന്തിരിങ്ങ വരെ ഉണ്ടാക്കുന്ന റെപ്പടിയൊക്കെ നോക്കി അവസാനം എനിക്കിഷ്ടപ്പെട്ട ഒരു ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കുവാണ് കേട്ടോ. അല്ലാതെ എനിക്കറിയില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല മുന്തിരി നോക്കി മേടിച്ചുകൊണ്ട് നല്ല ചെറിയ ഉപ്പുവെള്ളത്തിലും ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയായി കഴുകി അതിനൊന്ന് നന്നായിട്ടും തോത്തിയെടുത്തിട്ട് ഒരു ചരുവത്തിൽ നല്ല മുന്തിരിങ്ങ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം വെക്കുക. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഈ മുന്തിരിങ്ങ പൊട്ടി വരുന്ന അവസ്ഥയിൽ നമ്മളിത് താഴത്തിറക്കി വെച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് മുന്തിരിങ്ങ കോരി മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ വെള്ളത്തിലോട്ട് ഞാൻ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 800 ഗ്രാം പഞ്ചസാര ഞാനകത്ത് ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ട് തണുക്കുന്നത് വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഭരണി എൻ്റെ ഇല്ലായിരുന്നു, പകരം ഈ കുപ്പിയാണ് കേട്ടോ മേടിച്ചത്. ആ കുപ്പിക്കകത്തോട്ട് ചില്ല് കുപ്പിയാണ് കേട്ടോ. അതിനകത്തോട്ട് ഈ നമ്മുടെ മുന്തിരിങ്ങയും നമ്മുടെ പഞ്ചസാര മിക്സ് ചെയ്തിരുന്ന വെള്ളമില്ലേ അതിൻ്റെ ജ്യൂസും കൂടി അതിനകത്തോട്ട് അതിൻ്റെ അരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പിടി ഒന്ന് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2-3 ഏലയ്ക്ക, ഒരു 2-3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, പിന്നെ തക്കോലം, അങ്ങനെ സംഭവങ്ങളൊക്കെ അതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്തായിരുന്നേ. എന്നിട്ട് നല്ല നമ്മുടെ വെയിലത്ത് നല്ല ഉണങ്ങിയ തുണിയുണ്ടല്ലോ, നല്ല വെള്ള കോട്ടൺ തുണി, അത് വെച്ച് അത് മൂടി കെട്ടി അടച്ച് ഇതിൻ്റെ ഒരു കവറുണ്ടായിരുന്നു. ആ കവറിനകത്തോട്ടിട്ട് ഞാനൊരു കറുത്ത തുണിയൊക്കെ ഇട്ട് മൂടി ഇരുട്ട് ഭാഗത്ത് വെച്ചിരുന്നു. 15 ദിവസത്തെ ഇതാണ് അവരത് പറഞ്ഞിരുന്നത്. 15ാമത്തെ ദിവസം ഞാനിത് എടുക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. അതിനിടയ്ക്ക് 3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. 3 പ്രാവശ്യം. ഈ തവി ഞാൻ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ തവി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇളക്കിയത്. അപ്പോൾ സൂപ്പർ വൈനായിട്ട് വന്നിട്ട് ഞാനും പ്രതീക്ഷയിൽ ഇത്രയും നന്നായിട്ട് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി പോകുമെന്ന് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്കറിയില്ല ഇതിൻ്റെ ടേസ്റ്റ്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. നോക്കി പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാനത് കെട്ടിവെച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. സൂപ്പർ വൈൻ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ട് അതുപോലെ ചെയ്തതാണ് കേട്ടോ. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കുറച്ചെടുത്ത് ഞാൻ മൊത്തം അരിച്ചെടുത്തിട്ട് ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ക്രിസ്മസിനൊക്കെ മുന്നേ ഞാനത് ചെയ്ത് വെച്ച വീഡിയോ ആണ്, ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ കേക്കും കട്ടിയത് വലിയ വീഡിയോ എന്നുള്ളതൊന്നും അല്ല കേട്ടോ, കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയ നല്ല സന്തോഷമുണ്ട്. അപ്പം സൂപ്പർ വൈനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.